മഴക്കാല മുന്നൊരുക്കവുമായി തലശ്ശേരി നഗരസഭ. സ്ഥിരം തൊഴിലാളികൾക്ക് പുറമെ തൊഴിലുറപ്പ് തൊഴിലാളികളും കരാർ തൊഴിലാളികളും ഉൾപ്പെട്ട സംഘങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. 53 വാർഡുകളിലും അതാത് കൗൺസിലർമാർ നേതൃത്വം നൽകും. അടിഞ്ഞുകിടക്കുന്ന ഓടകൾ, തോടുകൾ, ചെറുകുളങ്ങൾ എന്നിവ ശുചീകരിക്കുന്നതിലാണ് നിലവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജലപ്രവാഹം തടസ്സപ്പെടുന്ന മേഖലകളിൽ JCB ഉപയോഗിച്ച് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. തലശ്ശേരി നഗരത്തിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ പ്രദേശങ്ങളിലും മഴക്കാല ശുചീകരണത്തിന് തയ്യാറെടുപ്പ് തലശ്ശേരി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രതികരണമാണ് പൊതുവെ ജനങ്ങളിലുള്ളത്. ഇപ്പോൾ എല്ലാ JCB ഉപയോഗിച്ചിട്ടും നമ്മളിപ്പോൾ സ്ഥിരം തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ കരാർ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടും തലശ്ശേരി നഗരത്തിൻ്റെയും അനുബന്ധ വാർഡുകളിലെയും എല്ലാ പ്രദേശങ്ങളിലും വലിയ രീതിയിൽ പ്രവർത്തനം സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടില്ല. 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ മെഗോ ശുചീകരണം എല്ലാം 53 വാർഡുകളിൽ നടക്കും. 53 വാർഡിലെ കൗൺസിലറുടെ നേതൃത്വത്തിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന അപകടങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെയ് 9 മുതൽ 17 വരെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ശുചീകരണ ക്യാമ്പ് സംഘടിപ്പിക്കും. എല്ലാ വാർഡുകളിലും പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കി ക്യാമ്പ് വിജയകരമായി നടപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ പറഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം മഴക്കാലത്ത് വ്യാപകമായി പടരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തും. കൂടാതെ നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നടപടികൾ കൈക്കൊള്ളും. നഗരസഭയുടെ നേതൃത്വത്തിൽ താത്കാലിക ABC സെന്ററുകൾ ആരംഭിക്കുന്നതിലൂടെ തെരുവുനായകളുടെ എണ്ണം നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ സുരേഷ് കുമാറും അറിയിച്ചു. ശുചിത്വവും ആരോഗ്യ സുരക്ഷയും മുൻനിർത്തിയുള്ള ഈ സമഗ്ര പ്രവർത്തനങ്ങൾ നഗരവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.